ഭാരതത്തിൻ്റെ ആത്മീയ ഹൃദയമായ അതിപുരാതന നഗരമായ വാരണാസിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയുടെ ആദ്യ ഭാഗമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രകാശത്തിൻ്റെ നഗരമെന്നറിയപ്പെടുന്ന കാശി. ലോകമുണ്ടായപ്പോൾ സൂര്യൻ്റെ ആദ്യ കിരണം കാശിയിലാണ് പതിച്ചതെന്ന് വിശ്വസിക്കുന്ന കാശി. ലോകത്തിലുള്ള എന്ത് നശിച്ചാലും നശിക്കില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന നഗരം. ആ കാശിയിലൂടെയുള്ള എൻ്റെ യാത്രയുടെ അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ കാശിയിൽ നമുക്ക് വിശ്വനാഥ മംഗളാരതി തൊഴാം. അതിനു മുൻപായിട്ട് കുറേ സ്നാനഘട്ടങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോകാം, കാണാം. വാരണാസിയുടെ കാവൽ ദൈവമായ കാലഭൈരവനെയും കണ്ടു വണങ്ങാൻ കിട്ടുന്ന ഒരവസരമാണിവിടെ. കാലഭൈരവ ക്ഷേത്രം ഒരു ചെറിയ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇവിടെ കാശിയിൽ ഞങ്ങൾ കാശി വിശ്വേശ്വരനെ കാണാൻ ഇവിടെ 3 ദിവസമായിരുന്നു ഇവിടുത്തെ സ്റ്റേ. കാശി വിശ്വേശ്വരനെ ഒരു ദിവസം കണ്ടു തൊഴുതു. ഇനി ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ മാത്രമേ ഇന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ പോകുന്നത് മണികർണികയിലേക്കാണ്. ഗംഗയുടെ തീരത്ത് 85 സ്നാനഘട്ടങ്ങളാണുള്ളത്. അതിലേറ്റവും പവിത്രമായി കണക്കാക്കുന്ന മണികർണിക ഘാട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുന്നത് പുണ്യഗംഗയുടെ തീരത്തേക്കാണ്. അതിപുരാതനമായ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കാശി. ഇപ്പോൾ സമയം വെളുപ്പിന് 5 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇവിടെ വളരെ സജീവമാണ്. ബോട്ടുകളിലൊക്കെ ആളുകൾ യാത്രയ്ക്കൊക്കെ ഒരുങ്ങി നിൽപ്പുണ്ട്. വൈകുന്നേരങ്ങളിലും അതുപോലെ പ്രഭാതത്തിലുമാണ് ഗംഗയിലൂടെയുള്ള യാത്രയ്ക്ക് നല്ലതെന്ന് പറയും. ഞങ്ങൾ രാവിലെ തന്നെ ഇത്രയും നേരത്തെ പോകുന്നത് ബലിതർപ്പണത്തിനായിട്ടാണ്. 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും റെഡിയായതാണ്. ഇത്രയും നേരത്തെ പോലും ഈ ചെറിയ കച്ചവടക്കാരൊക്കെ ആ നദീതീരത്തൊക്കെ കച്ചവടവുമായിട്ടുണ്ട്. പതിനായിരങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. എപ്പോഴും വൃത്തിയാക്കുന്നുണ്ട് ആളുകൾ. പകൽ സമയത്തും കാണാമായിരുന്നു. ഇവിടെയൊക്കെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്നത് ഒരു വലിയ ക്ഷേത്രമാണ്, രാജരാജേശ്വരി ക്ഷേത്രം. രാജരാജേശ്വരി മന്ദിരം. ഈ കാണുന്നത് 1.5 വർഷം മുൻപ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത ഗംഗാ നദിയിൽ നിന്നും കാശിയിലേക്കുള്ള കോറിഡോർ. ഇനി ഈ പടിക്കെട്ടുകൾ കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. പണ്ട് ഈ സ്ഥലവും നമ്മളിപ്പോൾ ഇറങ്ങി വന്നതുപോലെയുള്ള ഗലികളായിരുന്നു. നമ്മൾ കാണുന്ന വലതുവശത്തായിട്ട് കാണുന്ന ആ നീല നിറമുള്ള സ്ഥലം, അത് മണികർണികയിലെ ശ്മശാനമാണ്. ഈ മണികർണിക ഘട്ടിൽ 24 മണിക്കൂറും ചിതയേറിയുന്ന സ്ഥലമാണ്. ഇപ്പോഴിവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ കുറച്ചൊക്കെ മറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് പുറത്തേക്ക് കാണുമായിരുന്നു എന്നാണ് ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോഴും അവിടെ ചിത കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മണികർണിക ഘട്ടിലും അതുപോലെ ഹരിശ്ചന്ദ്ര ഘട്ടിലും 24 അവേഴ്സും ഇവിടെ ചിതകൾ എരിയുന്ന സ്ഥലമാണ്. ഹരിശ്ചന്ദ്രഘട്ട് നമ്മൾ ബോട്ട് യാത്ര നടക്കുന്ന സമയത്ത് കാണാവുന്നതാണ്. ദിവസേന 100 കണക്കിന് ചിതയെരിയുന്ന സ്ഥലമാണ്. പക്ഷേ ഈ കാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചിതയെരിഞ്ഞാൽ ദുർഗന്ധമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് കാശി. ഈ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം.
ക്ഷേത്രത്തിന് 4 വശങ്ങളിലും കവാടങ്ങളുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് മണികർണിക ഘട്ടിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാശി വിശ്വനാഥ ക്ഷേത്രവും അതിൻ്റെ പരിസരമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് ഉള്ള ഒരു കർമ്മിയെ സഹായിക്കുന്ന ആളുമൊക്കെ നമ്മുടെ ഒപ്പമുണ്ട്. നമ്മളിനി പോകുന്നത് ഈ സൈൻ ബോർഡ് കാണുന്ന ഇതിൻ്റെ വലതുവശത്തോട്ടുള്ള വഴിയാണ്. മണികർണികയിലെ ശ്മശാനത്തിലേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗലികളാണ്. നമ്മൾ നടന്നു വരുന്ന വലതുവശത്ത് അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. വളരെ ചെറിയ വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. ആകെ ഇത്രയും മാത്രമേ ഈ വഴികൾക്ക് വീതിയുള്ളൂ. അതിലൂടെ മനുഷ്യരൊഴുകുന്നു. ബൈക്കുകളും വിറകും ഒക്കെ ആയിട്ട് വരുന്ന വണ്ടികളുണ്ട്. നായകളും അതിനിടയിലൂടെ ധാരാളമുണ്ട്. അവരും നമ്മുടെ ഒപ്പം നടക്കുകയാണ്. അത് ഇടയ്ക്കൊക്കെ ഈ തിരക്കിലും ഈ നായകളൊക്കെ കിടന്ന് ഉറങ്ങുന്നത് കാണാം. ഇവിടെ കാണുന്ന വിറക് കെട്ടുകളെല്ലാം തന്നെ ചിതയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. എപ്പോഴും ചിതയെരിയുന്ന ഈ സ്ഥലത്തുകൂടി പോകുമ്പോഴും ഒരു ദുർഗന്ധവും ഉണ്ടാവുന്നില്ല. അതുപോലെ ഒരു ഉൾഭയവും ഉണ്ടാവുന്നില്ല. അതാണ് കാശി. ആത്മപ്രകാശം നൽകുന്ന ഇടമാണ്. ഏതോ ഒരു ശക്തി പ്രകാശം നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് തോന്നിയത്. 86ഉം 76ഉം ഒക്കെ പ്രായമുള്ള ഞങ്ങളുടെ കൂടെ മുതിർന്ന കുറേ സഹയാത്രികരൊക്കെ ഉണ്ടായിരുന്നു. ആ സഹയാത്രികരൊക്കെയും എത്രയോ ആരോഗ്യത്തോടെ മുന്നോട്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരിലും യാത്രയുടെ ഒരു ക്ഷീണമോ നടപ്പിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും കാണാനില്ല. ജനസഹസ്രങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരു വഴിയിൽ നമ്മൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ നമ്മൾ വഴിതെറ്റി പോകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ സഞ്ചാരീസ് ടീം ഗൈഡ് ഒപ്പം തന്നെയുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ നിർമ്മിതി പുരാതന കാലത്തെ എന്തോ ക്ഷേത്രത്തിൻ്റെ ഗോപുരം പോലെയൊക്കെയാണ് തോന്നുന്നത്. ഗംഗാ നദിയിലേക്ക് നോക്കിയാൽ നമുക്ക് നല്ല ദീപക്കാഴ്ചകളൊക്കെ കാണാം. കടൽ പോലെ പരന്നു കിടക്കുന്ന ഗംഗ ഒരു മഹാത്ഭുതമായിട്ട് മുന്നിൽ തന്നെയുണ്ട്. ലോകത്ത് ഇത്രയേറെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു നദി കാണുകയില്ല. ഗംഗയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു കുളം നമുക്ക് കാണാം. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമുക്ക് അറിയാം. ഈ കാണുന്ന ചെറിയ കുളം മണികർണിക ചക്രതീർത്ഥമെന്നാണ് അറിയപ്പെടുന്നത്. ഗംഗാനദി എവിടേക്ക് ഒഴുകുന്നതിന് മുൻപ് മഹാവിഷ്ണു തപസ് ചെയ്തിരുന്ന സ്ഥലമാണിതെന്നാണ് വിശ്വസിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ വിയർപ്പിറ്റിട്ട് വീണാണ് ഈ കുണ്ട് രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അതിനു ശേഷമാണ് ഭഗീരഥൻ ഗംഗാനദിയെ ഇവിടേക്ക് ഒഴുക്കിയതെന്നാണ് വിശ്വസിക്കുന്നത്. ഒരിക്കൽ മഹാദേവനും പാർവതിയും ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കവേ പാർവതിയുടെ കാതിലെ മണികുണ്ഡലം ഇതിൽ വീണു പോയെന്നും അത് തിരികെ കിട്ടിയില്ലെന്നുമാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മണികർണിക എന്ന പേര് വന്നതെന്ന് പറയുന്നു. അതിൻ്റെ സൂചന എന്നോണം ആയിരിക്കാം അവിടെ ഒരു മണിയൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈ ഫലകത്തിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഗംഗയിലേക്ക് സ്നാനത്തിനായിട്ട് ഇറങ്ങി. പ്രയാഗിലും മിക്കവാറും പേരും ബലിതർപ്പണം നടത്തിയിരുന്നു. വീണ്ടും ഇവിടെ കാശിയിലും ഞങ്ങൾ ബലിതർപ്പണം നടത്തുകയുണ്ടായി. ആചാര്യന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെയും പൂജ. കാശിയിൽ ഞങ്ങൾക്ക് തമിഴും മലയാളവും ഒക്കെ അറിയുന്ന ഒരു ആചാര്യനാണ് പിതൃപൂജ ചെയ്യാൻ സഹായിച്ചത്. ഗംഗയെ അറിഞ്ഞ് കാശി അറിഞ്ഞ് ഒരു ബലിതർപ്പണം. ഗംഗയിൽ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടോ കയറി വരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നമ്മളെ ആകർഷിക്കുന്ന ഗംഗാനദി. ഓം നമഃശിവായ മന്ത്രങ്ങൾ ചൊല്ലി ഗംഗയിൽ കുറേ തവണ മുങ്ങി. ഗംഗയിൽ മുങ്ങി എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു പണ്ഡിതൻ്റെ നേതൃത്വത്തിലായിരുന്നു പൂജ. കേട്ടും വായിച്ചും മാത്രം അറിഞ്ഞിരുന്ന ഗംഗാമാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ച ഗ്ലാസ്സുകളിൽ ബലിതർപ്പണം ചെയ്യാനുള്ള വെള്ളമൊക്കെ കളക്ട് ചെയ്താണ് ഞങ്ങൾ കയറിയത്. ബലിതർപ്പണത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് ആ പൂജയിൽ പങ്കെടുത്തു. നമ്മളിവിടെ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞാൽ വീണ്ടും കുളിക്കുന്ന ഒരു രീതിയുണ്ട്. കാശിയിൽ അത് വേണ്ട. കാശിയിൽ ബലിതർപ്പണം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുളിക്കില്ല. പണ്ഡിതനെ നമസ്കരിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും കാശി വിശ്വനാഥനെ തൊഴാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. എത്രയോ കോടി ജനങ്ങൾക്ക് പുണ്യമേകുന്ന കാശിയിൽ എത്രയോ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പിതാമഹർക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം ചെയ്ത് അതിൻ്റെ സമാധാനത്തിൻ്റെ ഒരു മടക്കമാണ്.
എപ്പോഴും കാശിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ കാശിയുടെ വൃത്തിഹീനമായ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുമായിരുന്നു. പക്ഷേ ഞാൻ കണ്ട കാശി വൃത്തിഹീനമല്ല. അവിടുത്തെ ചുറ്റുപാടുകളിലെ അഴുക്ക് എന്നിൽ മടുപ്പും ഉളവാക്കിയില്ല. കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത്, അതുപോലെ തന്നെ ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും അവിടെ വൃത്തികേടുകളുണ്ടാവും. പക്ഷേ എപ്പോഴും ക്ലീനിങ് നടക്കുന്നുണ്ട്. ഉൾക്കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയണം വാരണാസിയെ. അപ്പോൾ ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ കാണില്ല. പേരും പ്രതാപവും പ്രശസ്തിയും എന്തൊക്കെ നേടിയാലും ഒരു ദിനം ഈ മണ്ണിൽ കെട്ടടങ്ങുമെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത മനുഷ്യൻ തമ്മിൽ കലഹിച്ചും മത്സരിച്ചും മേൽക്കൈ നേടാൻ നിൽക്കുന്ന മനുഷ്യർ ഒരിക്കലെങ്കിലും ഇവിടെ വന്നാൽ മനസ്സിലാവും എന്താണ് ജീവിതമെന്ന്. മോക്ഷം കിട്ടി മരിക്കേണ്ടവർക്കായിട്ട് ഒരു മുക്തിഭവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ട് തോന്നും. അതിനുവേണ്ടി നേരത്തെ ബുക്ക് ചെയ്യാം. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട്. അങ്ങോട്ട് പോകുന്ന സമയത്ത് വെളുപ്പിനായിരുന്നതുകൊണ്ട് ഇതുപോലെ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ നല്ല തിരക്കായി തുടങ്ങി. കാശി ഒരു അനുഭവമാണ്. എത്ര തിരക്കിലും മനസ്സവിടെ ശാന്തമാണെന്നുള്ളതാണ്. കാശിയിൽ നിന്നും തിരികെ വന്നിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷേ ഇതുവരെയായും എൻ്റെ മനസ്സ് ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയുന്നതാണ് ശരി. ഒരിക്കലേ പോകാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ഒത്തിരി കാലം കാശിയിലുണ്ടായിരുന്ന ഒരു ഫീലാണ്. ഞാൻ കേട്ടതിനും അറിഞ്ഞതിനും ഒക്കെ എത്രയോ മടങ്ങ് മേലെയാണ് കാശി. ആത്മീയതയിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇഹലോക ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ തിരിച്ചറിയാൻ പറ്റുന്ന ഒരിടമാണ് മണികർണിക. ഇത്രയേറെ തിരക്കുള്ള ഒരു സ്ഥലം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സ്ട്രീറ്റിലെ തിരക്കിൽ കൂടി നടക്കുമ്പോൾ പോലും ആ ബഹളം ഒന്നും നമ്മളെ ഫീൽ ചെയ്യില്ല. ആ ബഹളത്തിനൊപ്പം ആ തിരക്കിനൊപ്പം നമ്മളങ്ങ് ഒഴുകിപ്പോവും. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ്, സമാധാനം ഫീൽ ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ എത്തിയ ആദ്യ ദിവസം ചില്ലറ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായി. പക്ഷേ അതുപോലും മറന്ന് പകലും രാവും ഉറങ്ങുന്നവരെയും ഒരു ബുദ്ധിമുട്ടും അറിയാതെ വാരണാസിയിലെ ബഹളത്തിലും ശാന്തതയറിഞ്ഞ് സമാധാനമറിഞ്ഞ് ദിവസങ്ങളായിരുന്നു ഇത്. മണികർണികയിലും ഹരിശ്ചന്ദ്രഘട്ടിലും ഒരിക്കലും അഗ്നി അണയുന്നില്ല. ഇവിടെ ഒരാത്മാവും അലഞ്ഞു തിരിയുന്നില്ല. ഇവിടെ ദഹിക്കുന്നവരുടെ ആത്മാവ് പരമാത്മാവിൽ ലയിച്ച് മോക്ഷപ്രാപ്തി നേടുന്നു. പുനർജന്മമില്ലാത്ത മോക്ഷസ്ഥലമാണ് കാശി. എനിക്ക് കാശി വീഡിയോസ് ചെയ്യാനിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു മനസ്സിലൊരു ധൈര്യം കിട്ടുകയില്ലായിരുന്നു. ഞാൻ അനുഭവിച്ചതിൻ്റെ അറിഞ്ഞതിൻ്റെ 100% നിങ്ങളിൽ എത്തിക്കാൻ ആവുമോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് മനസ്സിനുള്ളിൽ നല്ല ഒരു ശാന്തതയുണ്ട്, സമാധാനമുണ്ട്. അടുത്ത വീഡിയോസ് ചെയ്യാനൊരു ധൈര്യമായി. ആരോഗ്യം സമ്മതിക്കുന്നവർ അവനവൻ്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും കാശിയിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഒത്തിരി തിരിച്ചറിവ് നൽകുന്ന ഒരിടമാണ് കാശി. ഇനി ഒത്തിരി കാഴ്ചകൾ വാരണാസിയിലുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രവും പരിസരവും ക്ഷേത്രങ്ങളും ഗംഗാ അരതിയും ഒക്കെ വിശദമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപേ ഒരു വിഷമം കൂടി പങ്കുവെക്കട്ടെ. കുറേ വീഡിയോസ് ഈയിടെയായിട്ടിടുന്നത് വ്യൂസ് തീരെയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കാണുന്നവരെങ്കിലും വീഡിയോസ് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അവതരണ രീതിയിലോ കണ്ടൻറ്റിലോ ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.